ഓക്കെ അല്ലേ? ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു മനസ്സിൽ? അടുപ്പിച്ച് പിടിച്ച വാങ്ങിക്കുക. എന്താ പറയുക, നമ്മൾ എവിടെയുള്ള എല്ലാ സ്ഥലത്തുനിന്നുള്ള സ്ത്രീകൾ വന്ന് പൊങ്കാലയിടുമ്പോൾ ആറ്റുകാലമ്പലത്തിൽ വന്ന് എല്ലാ കുറച്ചും എനിക്ക് പൊങ്കാലയിടാൻ ഭാഗ്യം തന്ന ആറ്റുകാലമ്മയോട് എപ്പോഴും എനിക്ക് തന്നില്ല. കാരണം ഞാൻ ആക്ട് ചെയ്യാൻ ഇറങ്ങിയ സമയം തൊട്ടാണ് പൊങ്കാലയിട്ട് തുടങ്ങിയത്. എൻ്റെ എല്ലാ ആവശ്യത്തിലും ആറ്റുകാലമ്മ തന്നെയാണ്. എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 10-24 വർഷമായിട്ടുണ്ടോ. ഈ വർഷം അമ്മയുടെ എന്തെങ്കിലും ആഗ്രഹം പറയാനുണ്ടോ? ഞാനത് സ്പെഷ്യലായിട്ട് പറയൽ അപൂർവമാണ്. ചില വർഷങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ പറയാറുണ്ട്. എല്ലാ വർഷവും നമ്മൾ വീടിൻ്റെ ഐശ്വര്യത്തിനും എല്ലാവരുടെയും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. ആറ്റുകാലമ്മേൻ്റെ നടയിലിടാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ വർഷം അവിടെ തന്നെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും ദൂരം ഇടുന്നത്. ശരിക്കും ഇന്ന് ഒരുപാട് പേര് കണ്ണ് നിറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ. അത്രയ്ക്ക് സന്തോഷമാണ്. എന്ത് വാക്കുകളാണ് പറയുന്നത്? എല്ലാ വർഷവും ഇടാൻ ഭാഗ്യം തന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ പൊങ്കാല ദിവസം വരുമ്പോൾ ഷൂട്ട് എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും തടസ്സം വരാറുണ്ടോ? ആ ദിവസം അവധി എടുത്ത് വരും. അതെവിടെയാണെങ്കിലും ആ ദിവസം പിന്നെ കൊറോണ ആ ടൈമിൽ മാത്രമേ ഞാൻ വരാതിരുന്നുള്ളൂ. ബാക്കി എല്ലാ വർഷവും എന്നാലും ആ ടൈമിൽ ഞാൻ വീട്ടിലും ഒക്കെ ഇട്ടിട്ട് ഇടാണ്ടിരുന്നില്ല, വീട്ടിലിട്ടു. താങ്ക് യു. പൊങ്കാല ഫസ്റ്റ് ടൈമാണോ അതോ? ശരിക്കും ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ എന്ത് തോന്നുന്നു? മനസ്സിൽ സന്തോഷമുണ്ട്. പിന്നെ കുറേ നാളത്തേക്കുള്ള ആഗ്രഹമുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു തന്നെ എങ്ങനെയാണെന്ന് കണ്ടത്. ഞാനിവിടെ അല്ല, ഞാൻ കണ്ണൂരാണ്. എത്ര എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഈ വർഷം അമ്മയോട് പറയാൻ വേണ്ടി? എന്തെങ്കിലും ഒരുപാട് ആഗ്രഹമുണ്ട്. അതിൽ എടുത്തു പറയാൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അച്ഛനിപ്പോൾ നാട്ടിലില്ല, അമ്മയ്ക്ക് അച്ഛനും നല്ലത്. ഇപ്പോൾ ഈ ഷൂട്ടിൻ്റെ ഇട ഒരു ടൈമിലാണല്ലോ ഇപ്പോൾ ഇതൊക്കെ വരുന്നത് പൊങ്കാല. അപ്പോൾ അതൊക്കെ ബ്രേക്കൊക്കെ കിട്ടുമെന്നൊക്കെ ഉറപ്പുണ്ടായിരുന്നു. അത് ബ്രേക്ക് ഇവിടെ എന്തായാലും ബ്രേക്ക് കിട്ടാറില്ല ടൈമൊന്നും എല്ലാവരും പറഞ്ഞു. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു പൊങ്കാല വരുമ്പോൾ? ബ്രേക്ക് കിട്ടുമോ ഇത് കിട്ടുമോ? അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുകാരനല്ലേ, അപ്പോൾ പൊങ്കാല ടൈമിൽ എന്തായാലും ലീവായിരിക്കും എല്ലാവരും പറഞ്ഞു. ഓക്കെ. നമസ്കാരം, ഞാൻ അർച്ചന കൃഷ്ണ, കാറോട് താലൂക്കിലെ നിങ്ങളുടെ അച്ഛനെ. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ സീനിയർ കുടുംബത്തിനോടൊപ്പം ഈ വർഷം പൊങ്കാലിടാൻ കഴിഞ്ഞതിൽ. ഇതിൻ്റെ രണ്ടാമത്തെ പൊങ്കാല. സാധാരണ ഫാമിലി മെമ്പേഴ്സും കൂടെ ആയിരിക്കും പൊങ്കാലയൊക്കെ ആഘോഷിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇന്ന് ആഘോഷിക്കാൻ പറ്റുന്നത്. താരാമ്മയുണ്ട്. ഇപ്പോൾ ഇവിടെ SP ഗ്രാൻഡിലാണ് നിൽക്കുന്നത്. തലേ ദിവസം ഞങ്ങൾ വന്നായിരുന്നു. എന്താ പറയുക, നല്ലൊരു വൈബാണ്. എല്ലാ വർഷവും ഉണ്ടാവും, പക്ഷേ എനിക്കൊരു 3-4 വർഷം പൊങ്കാലയും ഇടാൻ കഴിഞ്ഞില്ല. ഓരോരോ പ്രശ്നങ്ങൾ കാരണം മുടങ്ങി. അതിനുശേഷം ഇപ്പോൾ ഈ വർഷമാണ് എനിക്ക് ഇതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ ഈ സമയം നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? നിൽക്കുന്ന ടൈമിൽ എന്താ തോന്നുന്നത്? മനസ്സിലുണ്ടാകുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതും തലേ ദിവസം ഞാൻ ഈ റോഡുകളിലൊക്കെ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ ഒത്തിരി ആളുകൾ, അത് നമ്മുടെ നാട്ടുകാരൊന്നും അല്ല, അല്ലാത്തതൊക്കെ ഉണ്ട്. തലേ ദിവസമേ റോഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവരെ ക്രിസ്മസ് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് രോമാഞ്ചം വരുന്നു. ഭയങ്കര കണ്ണ് നിറയും ആ സമയം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇത്രയും എല്ലായിടത്തും ഉണ്ട് ആ ക്ഷേത്രങ്ങൾ പൊങ്കാല. പക്ഷെ നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് ആറ്റുകാൽ ദേവീക്ഷേത്രം എന്ന് പറയുമ്പോൾ അമ്പലത്തിൻ്റെ അവിടെ മാത്രമല്ല, ഇവിടെ മൊത്തം ഹോൾ ട്രിവാൻഡ്രം ഫുള്ളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനേ പറ്റില്ല. അങ്ങോട്ട് ഫുൾ ബ്ലോക്ക്ഡാണ്. അത്രയ്ക്ക് ജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഷൂട്ടിംഗ് ടൈമിലൊക്കെ ചിലപ്പോൾ ബ്രേക്ക് കിട്ടാൻ ചിലപ്പോൾ സാധ്യത കുറവായിരിക്കാം. സാധ്യത കുറവാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് ഷൂട്ടുണ്ട് 6 മണിയാവും. അപ്പോൾ വരാൻ പറ്റാതെ ഷൂട്ടിന് പോകേണ്ടി വന്നിരുന്നെങ്കിൽ ഇത് വല്ലാത്തൊരു മിസ്സിങ് ആവുമല്ലോ. വല്ലാത്ത മിസ്സിങ് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു പൊങ്കാല എല്ലാ വർഷവും എനിക്ക് ഇടാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഒറ്റ തവണ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വർഷമെങ്കിലും എൻ്റെ സീനിയർ കുടുംബത്തിനോടൊപ്പം ഇടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം അവർ സാധിപ്പിച്ചു തന്നു. ഇനി പൊങ്കാല കഴിഞ്ഞ് ഇനി പൊങ്കാല നിവേദ്യം അവർക്ക് എൻ്റെ ലൊക്കേഷനിലുള്ള എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം. എന്തെങ്കിലും ഒരു ആഗ്രഹം അമ്മയോട് ഇത്തവണ പറയണമെന്ന് മനസ്സിലുണ്ടോ? നടക്കണമെന്നല്ല അമ്മയോട് പറയാനുള്ള ആഗ്രഹം നമ്മുടെ സീരിയൽ നല്ല രീതിയിൽ മുന്നോട്ട് സക്സസ് ആയി എന്നുള്ളത്. പേഴ്സണലി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയാൻ? പേഴ്സണലിയായിട്ട് അങ്ങനെ എല്ലാവർക്കും നല്ലത് വരണം, അങ്ങനെ ഉള്ളൂ. റെഡി? ഓക്കെ. പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണോ അതോ മുമ്പ് ഇട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ
അവരോടൊക്കെ ചോദിച്ചപ്പോൾ ഭദ്രാദേവിയാണ്, ഭദ്രാദേവിക്ക് വേണ്ടിയുള്ള പൊങ്കാലയാണ്. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ പൊങ്കാല അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെ കുറേ ഇൻഫർമേഷനൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ഇതെങ്ങനെ ഇരുന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മുടെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ചേച്ചിയുടെ ഉണ്ട്. അപ്പം ചേച്ചിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. അപ്പോൾ അതനുസരിച്ച് തീ കത്തിച്ച് ഇനിയിപ്പോൾ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പുകയും ആകെ പുകയും കരിയും കണ്ടൊക്കെ ഇത് നടന്നിരിക്കുകയാണ്. ആനന്ദാസ്വാദം ഇനിയിപ്പോൾ പറയാം, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ അത് ഫിനിഷ് ചെയ്യണം. നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇട്ടതാണ്, അത് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ശരിക്കും ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ എന്ത് തോന്നുന്നു? ഇന്ന് പൊങ്കാലയുടെ അമ്മയുടെ പറയും പൊങ്കാല ഇടാൻ വേണ്ടി വന്നപ്പോൾ ഇത് പൊങ്കാല ഇടുമ്പോൾ ഉള്ളൊരാഗ്രഹം സാധിക്കും എന്ന് പലരും പറഞ്ഞു കേട്ട്. അത്രയും ഫേമസ് ആയതുകൊണ്ടാണ് ഇത്രയും സ്ത്രീജനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് വന്നത്. ഇത് ചെയ്ത് മുഴുവിപ്പിക്കാൻ നല്ല ടാസ്ക്കാണ്, വലിയൊരു ടാസ്ക്കാണെന്നുള്ളത് ഇപ്പോൾ ഇട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ വർഷം അമ്മയോട് എന്തെങ്കിലും ഒരു ആഗ്രഹം പറയാനുണ്ടോ, അതിന് സാധിച്ചു തരാൻ വേണ്ടി എന്തെങ്കിലും? ഡെഫിനറ്റ്ലി പറയാനുണ്ട് ആഗ്രഹം, പക്ഷെ ഞാനിപ്പോൾ പറയുന്നില്ല. നടന്നിട്ട് പറയാമല്ലേ? പേഴ്സണൽ ആഗ്രഹമല്ല, അപ്പം എല്ലാവർക്കും കൂടി വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം അത് നടക്കട്ടെ. താങ്ക് യു. ഹായ്, ഞാൻ നിങ്ങളുടെ പത്രമായിൻ്റെ സ്വന്തം ജലജ. ഇന്നൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്നതാണ്. നമ്മുടെ ഏഷ്യാനെറ്റ് ഫാമിലിയോടൊപ്പം ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഞാൻ ടി വിയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ പൊങ്കാല. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് എല്ലാ സ്ത്രീകളും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ആറ്റുകാൽ പൊങ്കാല. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ എന്ത് തോന്നുന്നു ഈ ഒരു അമ്മയുടെ നടയിൽ പൊങ്കാല? ഭയങ്കര എന്താ പറയുക, ഭക്തി. അമ്മയുടെ ഒരു തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അനന്തപുരിയിൽ വന്നിട്ട് ഇത് ഇടാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും എല്ലാം ഈവിളിനെ വിക്ടറിയാണ്, നന്മയുടെ വിജയമാണ് ആറ്റുകാൽ പൊങ്കാല.